നമസ്കാരം, ഞാൻ പറഞ്ഞ ആൾ ഇത് വൈപ്പിൻകരയിലുള്ള ക്ലിക്ക്ഡ് റെസ്റ്റോറൻ്റ് ആണ്. പൊറോട്ട, ബീഫ് കറി, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, പിന്നെ ചായ, പിന്നെ പൊറോട്ട, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. അതിപ്പോൾ ഈ കടയിലെ ചേട്ടന് ഇവിടെ പൊറോട്ടയും ബീഫും മാത്രമേ ഉള്ളൂ മോനെ, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും എനിക്കത് മാത്രം മതിയല്ല. ചായ ബോണസാണ്. പൊറോട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു നല്ല പൊറോട്ടക്കാരനെ വേണം, ഒന്നല്ല രണ്ട്. വേറെയും കുറച്ച് വേക്കൻസീസ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ കുറേ വേക്കൻസീസ് ഉണ്ട്. ഒരുപാട് ആളുകളാണ് ഡെയിലി ബേസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് അത്രയോ കൂടുതൽ. ബില്ലിങ്ങിലേക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും ക്യാപ്റ്റൻ ലെവലിലാണ് സർവീസിലേക്ക് ആളെ വേണ്ടത്. ക്യാപ്റ്റൻ ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 വർഷത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വെയിറ്ററായിട്ടോ അതിൽ അവസാനം 1-2 കൊല്ലം ക്യാപ്റ്റനായിട്ടോ എക്സ്പീരിയൻസ് ഉണ്ടായേ പറ്റൂ. റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഹോസ്പിറ്റാലിറ്റി കോഴ്സ് പഠിച്ച ആളുമായിരിക്കണം. അതും എന്തെങ്കിലും അങ്ങനെയുള്ള കിടതരിയുടെ കോഴ്സ് പോലെ കൊള്ളാവുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ച. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ബില്ലിങ്ങിൽ നിൽക്കുമ്പോൾ ഒരാൾ മിനിഞ്ഞാന്നോ മറ്റോ ബില്ലിങ്ങിലുള്ള ആളോട് ചോദിച്ചതാണ്, നിങ്ങളുടെ ചോറിൻ്റെ കൂടിയുള്ള സകല കറികളും മേടിച്ചു കഴിഞ്ഞാൽ 300 രൂപയുടെ മേലെ ബില്ലാവുമല്ലോ, പിന്നെ എന്തിനാണ് ഇത് വാല്യൂ എന്ന് പറയുന്നത്? ഇത് ശരിയാണ്. ചോറിൻ്റെ കൂടിയുള്ള സകല സൈഡും മേടിച്ചു കഴിഞ്ഞാൽ, അതായത് ചോറ് ഇപ്പം 14 രൂപയ്ക്ക് 20 രൂപയ്ക്കുണ്ട്, 20 രൂപയുടെ ചോറ് മേടിച്ചു വെച്ചാൽ 20 രൂപയുടെ ചോറ്, സാമ്പാർ, പുളിശ്ശേരി, പച്ചടി അല്ലെങ്കിൽ കിച്ചടി, അവിയൽ, കൂട്ടുകറി, തോരൻ, ഇത്രയും സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 ചില്ലറയോ അങ്ങനെ എന്തോ ആവും. അതിന് പുറമെ ഒരു വലിയ ചിക്കൻ കറി, വലിയൊരു ബീഫ് കറി, ഇത്രയും മേടിച്ചു കഴിഞ്ഞാൽ ശരിയാണ് 300 രൂപയുടെ മേലെയാവും. പിന്നെ അതിൻ്റെ ചമ്മന്തി സംഭവങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ശരിയാണ് 300 രൂപയുടെ മേലെ. ഈ എൻ്റെ സ്കീമിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? അത് ബില്ലിംഗ് സ്റ്റാഫ് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഭക്ഷണം മൊത്തം ഒരാൾക്ക് പോയിട്ട് 2 പേർക്ക് കഴിച്ചെടുക്കാൻ പറ്റില്ല. അതിനകത്ത് എത്ര കിലോ ഭക്ഷണമാണ്? 7 സൈഡൊക്കെ അത് തന്നെ 800 ഗ്രാമിൻ്റെ അടുത്തായി. ഒരു ചോറ് മേടിച്ചാൽ അത് തന്നെ 1300 ചില്ലറ ഗ്രാമായി. പിന്നെ അത് കഴിഞ്ഞ് 2 ഗ്ലാസ് വെള്ളവും എടുത്ത് 2 കിലോയുടെ മേലെ ഭക്ഷണമായിരുന്നു. 2 കിലോ ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര പേര് വേണം? 600 ഗ്രാമാണ് നന്നായി കഴിക്കുന്ന ഒരാൾ ആവറേജ് കഴിക്കുന്ന ഭക്ഷണം, വെള്ളം കൂട്ടാതെ. അപ്പോൾ 3 പേരെങ്കിലും വേണ്ടേ ഈ 300 രൂപയുടെ ഭക്ഷണം കഴിക്കാൻ? ഓരോരോ ആൾക്കാർ കണ്ടുപിടിച്ച് വരുന്ന സംഭവങ്ങളാണ്. ഇതിന്റെ സൈഡൊക്കെ മേടിച്ചാൽ സാധാരണ കടയിലേക്കാളും കൂടുതലാവും. തീർച്ചയായിട്ടും ആവും. പക്ഷെ ഇത് ആര് കഴിക്കും? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കസ്റ്റമറോട് വളരെ പൊളൈറ്റായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഒരാൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബില്ലിങ് മുതൽ അവിടെ സെർവ് ചെയ്യുന്ന ആളുകളോടും കസ്റ്റമേഴ്സ് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, പക്ഷേ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ കസ്റ്റമേഴ്സ് പിന്നെയും കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇങ്ങനൊരു കാര്യം ഇതിനു മുമ്പ് ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ സർവീസിലുള്ള ആളുകൾക്ക് നമ്മുടെ സോഫ്റ്റ്വെയർസിനെ പറ്റി നല്ല ധാരണ വേണം. നമുക്ക് ഒരുപാട് ടെക്നോളജി കമ്പനികൾ പല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫ് ഓർഡറിംഗ് കിയോസ്കുകൾ, 2 ടൈപ്പ് QR കോഡുകൾ, ഫോണിൽ സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്യാൻ, പിന്നെ ബില്ലിങ്, പല സംഭവങ്ങളുണ്ട്. കിച്ചണായിട്ടുള്ള കോർഡിനേഷൻ. അപ്പോൾ എല്ലാവരും ഒരുപാട് വേക്കൻസീസ് ഉണ്ട് സർവീസിൽ. പിന്നെ അതുപോലെ നിക്കാലയിൽ നിന്ന് പരിചയമുള്ള ആളാണെങ്കിൽ യെസ് യു ആർ വെൽക്കം. പിന്നെ ഞങ്ങൾക്ക് വേക്കൻസി ഉള്ളത് മാനേജറുടെയാണ്. മാനേജർ എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ പ്രോപ്പർ ഹോസ്പിറ്റാലിറ്റി 3 ഇയർ ഡിഗ്രി ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. കൊള്ളാവുന്ന സ്ഥാപനങ്ങളിൽ നല്ല എക്സ്പീരിയൻസ് വേണം. മിനിമം 15 കൊല്ലങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. പൊറോട്ട പോരാ, ഇവിടുത്തെ പൊറോട്ട പോരാ, എനിക്ക് നല്ല പൊറോട്ട ഉണ്ടാകുന്ന പൊറോട്ടക്കാരാണ് 2 പേര്. പിന്നെ നമ്മൾ പൊതുവേ മലയാളി സ്റ്റാഫുകളാണുള്ളത്. ക്ലീനിങ്ങിലൊക്കെ ഹിന്ദി സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഹിന്ദി മാത്രമല്ല, നോർത്ത് ഈസ്റ്റിനൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് വേറെ ഭാഷക്കാരുടെ യാതൊരു വിരോധമില്ല. പക്ഷേ എല്ലാവരും കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമല്ലേ, സെൽഫ് സർവീസ് അല്ലേ. കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യം ചോദിക്കാനുണ്ട്. അതുകൊണ്ട് മലയാളികളെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സർവീസ് സ്റ്റാഫിന് ചെയ്യേണ്ടി വരുന്ന വേറൊരു ജോലിയാണ് കസ്റ്റമേഴ്സ് ചോദിക്കും, ഈ ബീഫ് കായക്കറിയിൽ ബീഫ് കിട്ടാനില്ലല്ലോ, ബീഫ് കുറവായിരിക്കും, കായായിരിക്കും കൂടുതൽ. നിങ്ങൾ ഈ അടുത്ത് ജോണി ആൻഡ്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ടോ? ആ ഇൻ്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് 1/2 കിലോ ബീഫ് മേടിക്കാനുള്ള പാങ്ങ അപ്പനുണ്ടാവുള്ളൂ. അതിൽ ഒരുപാട് കിഴങ്ങിട്ടിട്ട് അല്ലെങ്കിൽ കൂർക്കിയിട്ടിട്ട് അല്ലെങ്കിൽ കായ ഇട്ടിട്ടാണ് പണ്ട് കറി വെച്ചിരുന്നത് വീട്ടിൽ. അത്രയധികം പേര് കൊടുക്കാനുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. കായ ആയിരിക്കും കൂടുതൽ, അതുകൊണ്ട് അതിൻ്റെ പേര് ബീഫ് കായക്കറി എന്നല്ല, കായ ബീഫ് കറി എന്നാണ്. ഇതൊക്കെ കസ്റ്റമറോട് ആ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് ആണ് ഇത്രയും കൊല്ലത്തെ തൊഴിൽ പരിചയം കൊണ്ടുണ്ടാകുന്നത്. പിന്നെ ഫുഡിനെ പറ്റി നല്ല നോളജ് വേണം. കാരണം നമ്മളൊരിക്കലും
ഹൈജീനിലോ ക്വാളിറ്റിയിലോ ഒന്നും എവിടെയും കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഡിഗ്രി വേണമെന്ന് കൊള്ളാവുന്ന സ്ഥാപനമാണ്. പിന്നെ ഹൈജീൻ സൂപ്പർവൈസർ എന്നാണ് പറഞ്ഞു വരുന്നത്. ഹൈജീൻ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് കോളർ ജോലിയേ അല്ല. നിങ്ങളും പിള്ളേരുടെ കൂടെ ഇറങ്ങി നടന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. VK പറഞ്ഞ പോലെ തൂവെള്ള എല്ല്. പിന്നെ കസ്റ്റമർ ഹാപ്പിനെസ് മാനേജർ, അത് ഭയങ്കര ടഫായിരിക്കും ജോലി. ഇന്നലെ എൻ്റെ വാട്സാപ്പിൽ 7 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ വന്ന 2 മെസ്സേജ് ഉണ്ട്. അത് പിള്ളേർ കണ്ടിട്ട് അവർ പറഞ്ഞതാണ്. ഒരു കസ്റ്റമർ പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും മോശം ബീഫ് ഫ്രൈ ഇന്നലെ അവിടെ നിന്ന് കഴിച്ചതാണ് എടപ്പള്ളി റെസ്റ്റോറൻറ്റിൽ. 7 മിനിറ്റ് കഴിഞ്ഞ് വന്ന മെസ്സേജിലെ കസ്റ്റമർ പറയുന്നു, എൻ്റെ പൊന്നിയേട്ടാ നിങ്ങളുടെ ബിരിയാണി സംഭവം കേട്ടിട്ടാണ് ഞാൻ വന്നത്, പക്ഷേ നിങ്ങളുടെ ബീഫ് ഫ്രൈ ആണ് ഏറ്റവും സംഭവം. ഞാൻ ഇതുപോലൊരു ബീഫ് ഫ്രൈ എവിടെയും കഴിച്ചിട്ടില്ല. ഞാൻ കോഴിക്കോട്ടുകാരനാണ്, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന എവിടുന്ന് കിട്ടിയിട്ടില്ല. 7 മിനിറ്റിൻ്റെ ഗ്യാപ്പ്. 2 പേര് ബില്ലിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. 7 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ മെസ്സേജ് വന്നു. ഒരു 20 മിനിറ്റോളമാണ് അവരുടെ ബില്ലിങ്ങിലെ ഗ്യാപ്പ്. ഒരേ ബാച്ച് ബീഫ്. ഈ 2 ഇൻഫർമേഷനും കിട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബീഫ് ഫ്രൈ മോശമെന്ന് പറഞ്ഞാൽ നന്നാക്കാൻ ശ്രമിക്കും. അടുത്ത ആൾ ഭയങ്കര നല്ലതാണ്. അപ്പം കസ്റ്റമേഴ്സ് പല കാരണങ്ങൾ കൊണ്ടും പല ഫീഡ്ബാക്കും തരും. കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുക എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്, ഫുഡല്ല പ്രശ്നം. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സൈക്കോളജിയിൽ ഡിഗ്രി ഇല്ല, ഹോസ്പിറ്റാലിറ്റിയിൽ താല്പര്യമില്ല ഒരാളെയാണ് ഞങ്ങൾ കസ്റ്റമർ ഹാപ്പിനെസ് മാനേജറായിട്ട് ഉദ്ദേശിക്കുന്നത്. താല്പര്യം അപ്ലൈ ചെയ്യും. ഒയ്യോ, 3 പൊറോട്ട ഉണ്ടല്ലോ. അയ്യോ, ഒരു പൊറോട്ട വേസ്റ്റ് ആവുമല്ലോ. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പല ഹൈജീൻ കോംപ്രമൈസും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സിഗരറ്റിൻ്റെ കുറ്റി കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ AC ഡൈനിങ്ങിൽ ഇട്ടു. അത് കണ്ടു എന്ന് പറഞ്ഞൊരു ഒരാൾ ഞങ്ങളുടെ എറണാകുളത്തെ എൻ്റെ ഒരു ഫുഡ് ഗ്രൂപ്പുണ്ട് എൻ്റെ പേരിലുള്ള 1500 പേരുടെ ഗ്രൂപ്പ്. അതിനകത്ത് ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഏത് AC ഡൈനിങ്ങിൽ സിഗരറ്റ് കുറ്റി. ആ പ്രദേശത്ത് എവിടെയും വലിക്കാൻ പറ്റില്ല. AC അല്ലേ, മണം വരില്ലേ, ആൾക്കാർ കാണില്ലേ, എത്ര പേരുണ്ടായിരുന്നു. അത് സൺഡേ ഉച്ചയ്ക്ക്, കഴിഞ്ഞ സൺഡേ ഉച്ചയ്ക്ക്. അപ്പം മനഃപൂർവ്വം ചെയ്താണല്ലോ 2 കുറ്റിയുണ്ട്. അതുണ്ട്, ഈച്ചയുണ്ട്, മറ്റേയുണ്ട്, മത്സ്യമുണ്ട്. ക്ലീൻലിനെസ്സിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ റെഡിയാണ്. മനഃപൂർവ്വം ഇതങ്ങനെയല്ല, ഇത് കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണി കുറച്ചുകൂടെ എളുപ്പമാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ നന്നായി പണിയെടുക്കില്ലേ. ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നതൊക്കെ ഇവിടെ ഈ ചുമലൊക്കെ തുടച്ചിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ആരും അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ പുറകെ നടന്ന് നമ്മുടെ ഉപദ്രവിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണിയുണ്ടാവും. നല്ല ചാലഞ്ചിങ് ആയിരിക്കും, എളുപ്പമായിരിക്കില്ല. താല്പര്യം പറയും. നല്ല പൊറോട്ടക്കാർ, നാടൻ ലെയറായിട്ടുള്ള ഫ്ലഫി പൊറോട്ട. ആരെയും കൊണ്ട് പറയണേ. ശരിക്കും പറയും, നമ്മൾ എടപ്പള്ളിയിൽ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നും ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരുന്നു, ഒരുപാട് നേരം ഭക്ഷണത്തിന് കാത്തുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ബില്ലിങ്ങിൽ കസ്റ്റമർ ഓർഡർ ചെയ്തത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജസ്റ്റ് ഒരു ബിരിയാണിയും ഒരു പപ്പടവും അല്ലെങ്കിൽ ഒരു ചോറും 2 കറിയും അല്ല. പലരും 400 രൂപയ്ക്കൊക്കെയാണ് ഒരാളുടെ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവും, ഇത്രയും പൈസ ചിലവാക്കി കഴിക്കാനാണെങ്കിൽ പാരഗണിലോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഹോട്ടലിലൊക്കെ പോയി കഴിച്ചൂടെ. അല്ലെങ്കിൽ വേറെ എത്ര റെസ്റ്റോറൻറ്റ്, ദേവൂട്ട്, അവിടെ ചീനവലയുണ്ട്, എല്ലാം നല്ല സർവീസും എല്ലാം ഉള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് അല്ലേ. ഇത് 100 രൂപ പെർ ഹെഡ് ആവാൻ വേണ്ടി ആവുന്നുള്ള പ്രതീക്ഷയിലുണ്ടാക്കിയ സ്ഥലമല്ലേ. അപ്പം അതിനനുസരിച്ചാണ് അവിടുത്തെ സിസ്റ്റംസ്. പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ. ഇത് ഒരാളുടെ ബില്ലിൽ തന്നെ 5, 8, 10 സാധനങ്ങളാണ്. അപ്പോൾ പല കൗണ്ടറിൽ നിന്നും എടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ എന്തൊരു പാടാണെന്നറിയാം. അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഇനിയും വരും. അവർ ആ ഭക്ഷണത്തിന് ആസ്വാദനത്തിനാണ് അവർ വരാൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സ് നിറക്കാനല്ല, വയറ് നിറക്കാനാണ് ഈ റെസ്റ്റോറൻറ്റ് നോക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ സർവീസിന് നല്ല പണിയുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സ്ഥലത്തെ, കൊള്ളാവുന്ന സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നൊരു വേക്കൻസി ഉള്ളത് സ്റ്റോർ കീപ്പർ കം കോസ്റ്റ് കൺട്രോളറുടെയാണ്. കൊമേഴ്സിൽ ഒരു ഡിഗ്രി ഓഫ് PG ഉണ്ടാവണം. ചേട്ടാ ഒരു ചായ ഇവിടെ ടാലി നന്നായിട്ട് അറിയണം. അക്കൗണ്ടിങ്ങിൽ പരിചയം വേണം. റെസ്റ്റോറൻറ്റിൽ സപ്ലയർ മാനേജ്മെൻറ്റ്, ഓർഡർ മാനേജ്മെൻറ്റ്, സ്റ്റോർ മാനേജ്മെൻറ്റ്, ചീഫ് അക്കൗണ്ടൻറ്റിന് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഡാറ്റ എത്തിച്ചു കൊടുക്കുക, പിന്നെ മൾട്ടിപ്പിൾ സപ്ലയേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് നിലനിർത്തുക. ഇതൊക്കെയാണ് അവരുടെ ജോലി. താല്പര്യം പറയും. ഇതിലെല്ലാ ജോലിക്കും ശമ്പളത്തിന് പുറമെ യൂണിഫോം ഫുൾ നമ്മൾ തരും, ഷൂസ് അടക്കം നമ്മൾ തരും.
ഫുഡ് ഉണ്ടാവും, അക്കോമഡേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ ഹൈജീൻ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ ജോലിയാണ് ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ അയാൾക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബെറ്റർ ആയിരിക്കണം. മാനേജർക്ക് മിനിമം 3 ഭാഷയെങ്കിലും, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമെങ്കിലും ഫ്ലുവൻ്റായിട്ട് അറിയണം. അതിൽ ഇംഗ്ലീഷും മലയാളവും നന്നായിട്ട് എഴുതാനും വായിക്കാനൊക്കെ അറിയണം. കമ്പ്യൂട്ടർ നോളജ് ഈ പറഞ്ഞ ജോലികൾക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പറഞ്ഞാൽ നമ്മുടെ മാനേജർക്കൊഴികെ ഒരാൾക്ക് 30,000 രൂപയുടെ മുകളിൽ ശമ്പളം കിട്ടില്ല. അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ മറ്റേ നെസ്ലെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്കിപ്പം 25 ലക്ഷം രൂപ ആനുവൽ സാലറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ 26 തരുമെന്ന് ചോദിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പേരെഴുതരുത് പ്ലീസ്. ഓക്കെ. പൊറോട്ടക്കാരനും മാനേജർക്കും ഒഴികെ 30,000-ന് മേലെ ശമ്പളം ഉണ്ടാവില്ല. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി.